we will discuss about sets in the complex plane. നമ്മൾ കോംപ്ലക്സ് പ്ലെയിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്, അതിലെ സെറ്റുകളെ പറ്റി. അപ്പം നമ്മൾ റിയൽ നമ്പർ സിസ്റ്റത്തിലുള്ള സെറ്റ് അതൊക്കെ നമുക്കറിയാം ഏകദേശം. അപ്പോൾ കോംപ്ലക്സ് പ്ലെയിനിലുള്ള നമുക്കറിയാം മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മൾ ഡിസ്റ്റൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് സെഡ് ടു എ ഫിക്സഡ് പോയിന്റ് സെഡ് നോട്ട്, അതാണ് മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറയുന്നത്. We know that mod z minus z naught gives the distance of the point z from a fixed point z naught, and hence the point z that satisfy the equation mod z minus z naught equal to r. R, where r greater than 0, lie on a circle of radius r centered at the point z naught. അപ്പോൾ ഈ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് അതിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് സർക്കിൾ ഓഫ് റേഡിയസ് ആറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് സെന്റർ സെഡ് നോട്ട് ആയിട്ടുള്ള ആ സർക്കിള്. ഇനി നമ്മൾക്ക് അറിയില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മളിതിൽ പഠിക്കാൻ പോവാണ്. കുറച്ച് അധികം ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് നെയ്ബർഹുഡ് എന്താ, നെയ്ബർഹുഡ് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പോയിന്റിലാണ് നമ്മൾ നെയ്ബർഹുഡ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ കോംപ്ലക്സ് നമ്പറിനെ പറ്റി, കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നെയ്ബർഹുഡ്. ലെറ്റ് z not be a point in the complex plane, then the neighborhood of the point z naught is defined as a set of all points for which mod z minus z naught less than epsilon, where epsilon is an arbitrary small positive number, usually called the radius of this neighborhood. But neighborhood of a point z naught എന്ന് പറയുന്നതാണ് set of all points for which mod z minus z naught less than epsilon. അപ്പൊ മോഡ് ഈ ഡിസ്റ്റൻസ് എപ്സിലോണിയേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ പോയിന്റുകളുടെയും സെറ്റ്, അതിനെയാണ് നമ്മൾ പറയുക നെയ്ബർഹുഡ് എന്ന് പറയുക, അല്ലെ. മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ ഡിസ്റ്റൻസ് മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്സിലോണിനേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ പോയിന്റുകളും ഉൾപ്പെടുന്ന ആ സെറ്റിനെയാണ് നമ്മൾ നെയ്ബർഹുഡ് ഓഫ് ദ പോയിന്റ് സെഡ് നോട്ട് എന്ന് പറയുക. അപ്പൊ ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു സ്മോൾ പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അത് നമ്മൾ ആർബിട്രലി നമ്മൾ അസൈൻ ചെയ്യുന്നതാണ്. അപ്പൊ ആ ഈ എപ്സിലോണിനെ നമ്മൾ, ഇതാണ് എപ്സിലോൺ, എപ്സിലോണിനെ നമ്മൾ റേഡിയസ് ഓഫ് ദിസ് നെയ്ബർഹുഡ് എന്നാണ് നമ്മൾ പറയുക. ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ഈ നെയ്ബർഹുഡിന്റെ റേഡിയസ് ആയിട്ടാണ് അറിയുന്നത്. ഇനി നെയ്ബർഹുഡിനെ കുറിച്ച് 2-3 പോയിന്റ്സ് കൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നെയ്ബർഹുഡിൽ എന്താ, ആ സർക്കിള് മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു സർക്കിൾ ആയിരിക്കും. അപ്പൊ അതിനുള്ളിലുള്ള പോർഷൻസ്, ആ ഈക്വൽ എന്ന് പറഞ്ഞ സിമ്പിൾ ഇതിൽ വരുന്നില്ല, അതുകൊണ്ട് ആ സർക്കിൾ ഒഴികെ അതിനുള്ളിലുള്ള പോർഷൻ മുഴുവൻ നമ്മുടെ ഈ നെയ്ബർഹുഡിൽ വരുന്നുണ്ട്, അല്ലെ. But the neighborhood consists of all points of a disk or a circular region, including the center z naught, but excluding the point on the boundary circle. എന്നുവെച്ചാൽ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ആ സർക്കിളിലുള്ള പോയിന്റ്, സർക്കിളിലുള്ള പോയിന്റുകൾ നമ്മുടെ ഈ നെയ്ബർഹുഡിൽ ഉൾപ്പെടില്ല. ബട്ട് അതിനുള്ളിലുള്ള ആ ബൗണ്ടറി ഒഴികെ ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും നമ്മുടെ ഈ റീജിയനിൽ ഉൾപ്പെടുന്നുണ്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ സെന്റർ സെഡ് നോട്ട് ആയിട്ടുള്ള റീജിയൻ ആണ് പറഞ്ഞത്, അല്ലെ. അപ്പോൾ ഇത് സെന്റർ സെഡ് നോട്ട്, നമുക്ക് ആദ്യം മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞ സർക്കിൾ വരയ്ക്കാം. ഇതാണ് നമ്മുടെ സെന്റർ സെഡ് നോട്ട്.
അപ്പം ഈ ഡിസ്റ്റൻസ് എന്താണ്? ഈ റേഡിയസ് എന്ന് പറയുന്നത് എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ മോഡ് z-z0 ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് നെയ്ബർഹുഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ആവുമ്പോൾ ഈ എപ്സിലോൺ എന്ന് പറഞ്ഞ ഈ റേഡിയസ് ഉള്ള ഈ ഇതിന്റെ ഡിസ്കിന്റെ ബൗണ്ടറി ഇതിൽ ഉൾപ്പെടില്ല. അപ്പൊ ഈ ബൗണ്ടറി ഒഴികെ ഉള്ളിലുള്ള ഫുൾ റീജിയൻ ആണ്, അതാണ് നമ്മുടെ നെയ്ബർഹുഡ് എന്ന് പറയാം. എന്ന് വെച്ചാൽ സെന്റർ z0 ഉൾപ്പെടെ z0 കൂടെ അതിലുണ്ടാവും. അപ്പൊ അതാണ് z0 എന്ന് പറഞ്ഞ പോയിന്റിന്റെ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ z0 ചുറ്റുമുള്ള ആ പോർഷൻ, അതാണ് നെയ്ബർഹുഡ് ഓഫ് ദ പോയിന്റ് z0 എന്ന് പറയാം. അപ്പൊ ഈ റീജിയൻ, ഇത് ഈ റീജിയൻ മുഴുവൻ, അതാണ് മോഡ് z-z0 അല്ലെങ്കിൽ നെയ്ബർഹുഡ് ഓഫ് ദ പോയിന്റ് z0 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ഇനി അടുത്തത് ഇതിൽ പറയാനുള്ളത്, ഇതിനെ നമ്മളപ്പോ എപ്സിലോൺ നെയ്ബർഹുഡ് അതുപോലെ ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ വരച്ചത് എപ്സിലോൺ റേഡിയസ് ഉള്ള നെയ്ബർഹുഡ് ആയിരുന്നു അല്ലെ. ആ നെയ്ബർഹുഡിനെയാണ് നമ്മൾ എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറയാം. A neighborhood with a radius epsilon is usually called a epsilon neighborhood. അപ്പൊ നമ്മൾ റേഡിയസ് വെച്ചിട്ട് നമ്മളിപ്പോ ഈ റീജിയൻ ഒന്ന് മോഡ് z-z0 ലെസ് ദാൻ എപ്സിലോൺ എന്നൊന്നും പറയില്ല. അപ്പൊ നമ്മളോട് ഒരു എപ്സിലോൺ നെയ്ബർഹുഡിൽ എന്നേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം എങ്ങനെ മോഡ് z-z0 ലെസ് ദാൻ എപ്സിലോൺ ആയിട്ടുള്ള നെയ്ബർഹുഡ് ആണ്, എന്ന് വെച്ചാൽ റേഡിയസ് എപ്സിലോൺ ആയിട്ടുള്ള നെയ്ബർഹുഡ് ആണ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറയാം. ഇനി ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്താ? Occasionally it is convenient to speak of a deleted neighborhood 0 less than mod z-z0 less than epsilon. ഇതാണ് ഡിലീറ്റഡ് നെയ്ബർഹുഡ്. അതിലെന്താ പ്രത്യേകത നോക്കാം. ഇവിടെ ഒരു ലെസ് ദാൻ 0 എന്നും കൂടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ പോയിന്റ്സ് z in an epsilon neighborhood of z0 except for the point z0 itself. അപ്പോൾ ഈ ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെ നമ്മൾ മോഡ് z-z0 ഗ്രേറ്റർ ദാൻ 0യും ലെസ് ദാൻ എപ്സിലോണുമാണ്. എന്ന് വെച്ചാൽ ഇതില് എല്ലാ എപ്സിലോൺ നെയ്ബർഹുഡിലെ എല്ലാ പോയിന്റ്സും ഉണ്ട് എക്സെപ്റ്റ് ദ പോയിന്റ് z0. അപ്പോൾ z0 എന്ന് പറഞ്ഞ ആ പോയിന്റ് ഒഴികെ ബാക്കി എല്ലാ പോയിന്റ്സും ഉണ്ട്. പിന്നെ ബൗണ്ടറീസും ഉണ്ടാവില്ല. നെയ്ബർഹുഡിൽ എന്തായാലും ബൗണ്ടറീസ് ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ z0 എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ല. എന്ന് വെച്ചാല് മോഡ് z-z0 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? z ഈക്വൽ ടു z0 ആയിട്ടുള്ള പോയിന്റ് അല്ലെ. അപ്പൊ z ഈക്വൽ ടു z0 എന്ന് പറഞ്ഞത് ഇതിലില്ല, ഈക്വൽ ടു ഇല്ല, അതിനേക്കാളും വലുതും പിന്നെ എപ്സിലോണേക്കാളും ചെറുതുള്ളൂ. അപ്പൊ ബൗണ്ടറിയും ഇല്ല സെന്ററും ഇല്ലാത്ത ആ നെയ്ബർഹുഡിനെയാണ് നമ്മൾ പറയുക ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്ന് പറയാം. അപ്പൊ നെയ്ബർഹുഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്സ്റ്റീരിയർ, ഇന്റീരിയർ ആൻഡ് ബൗണ്ടറി പോയിന്റ്സ്. അപ്പൊ എക്സ്റ്റീരിയറും ഇന്റീരിയറും ബൗണ്ടറി പോയിന്റ്സ് എന്താ നോക്കാം. അപ്പൊ ഇന്റീരിയർ പോയിന്റും എക്സ്റ്റീരിയർ പോയിന്റും എന്താ നോക്കാം. അപ്പൊ അതിൽ ആ കാര്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പേരിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്റീരിയർ എക്സ്റ്റീരിയർ എന്നൊക്കെ പറയുമ്പോൾ. ലെറ്റ് എസ് ബി എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എ കോംപ്ലക്സ് പ്ലെയിൻ. എസ് എന്ന് പറയുന്നത് നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എ കോംപ്ലക്സ് പ്ലെയിൻ ആണ്. എ പോയിന്റ് z0 is said to be an interior point of the set S if there exists a neighborhood with the center z0 that contains only points of S. അതാണ് എസ് എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഉണ്ട്. അപ്പോൾ അതില് ഒരു പോയിന്റ് z0 എന്ന് പറഞ്ഞ പോയിന്റ് എസ് എന്ന് പറഞ്ഞ സെറ്റിന്റെ ഇന്റീരിയർ പോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ അവിടെ ഈ z0 സെന്റർ ആയിട്ടുള്ള
ഒരു നെയ്ബർഹുഡ് ഉണ്ടാവാൻ പറ്റണം. ആ നെയ്ബർഹുഡിന്റെ പ്രത്യേകത ഇതാണ്, നെയ്ബർഹുഡിലുള്ള എല്ലാ പോയിന്റ്സും എസ്സിലുള്ളതായിരിക്കണം. അപ്പൊ എസ്സിലുള്ള പോയിന്റ്സ് തന്നെയായിരിക്കണം നെയ്ബർഹുഡിൽ ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ Z0 എന്ന് പറയുന്നത് ഇന്റീരിയർ പോയിന്റ് ആന്ന് പറയും. ഇനി അടുത്തത് എക്സ്റ്റീരിയർ പോയിന്റ്. ഈ പോയിന്റ് Z0, ഇവിടെയും എസ് എന്ന് പറയുന്നത് നോൺ എംപ്റ്റി സബ്സെറ്റ് ആയിട്ട് എടുക്കുക. ആ പോയിന്റ് ഇവിടെ നോട്ട് ചെയ്തോളൂ. ലെറ്റ് us be a non-empty subset of the complex plane. A point Z0 is said to be an exterior point of the set S if there exists a neighborhood with the center Z0 which contains no points of S. അപ്പോൾ Z0 എന്ന് പറയുന്നത് എസ് എന്ന് പറഞ്ഞ സെറ്റിന്റെ ഒരു എക്സ്റ്റീരിയർ പോയിന്റ് ആണെന്ന് പറയുകയാണെങ്കിൽ Z0 സെന്റർ ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡ് വരയ്ക്കാൻ പറ്റണം. സച്ച് ദാറ്റ് ആ നെയ്ബർഹുഡിലെ ഒരു പോയിന്റ് പോലും എസ്സിൽ ഉണ്ടാവാൻ പാടില്ല. എന്നുവെച്ചാൽ എസ്സിലെ ഒരു പോയിന്റും ആ നെയ്ബർഹുഡിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ അതിനെ എക്സ്റ്റീരിയർ പോയിന്റ് എന്ന് പറയും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. എസ് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഏത് നമ്മൾ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ വരയ്ക്കാം. ഇതാണ് നമ്മുടെ എസ് എന്ന് പറയുന്ന സബ്സെറ്റ്. അപ്പൊ എസ്സിന് ഒരു പോയിന്റ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യാണ്. ഇതാണ് നമ്മുടെ Z0 എങ്കിൽ ഈ Z0 ഇന്റീരിയർ പോയിന്റ് ആണെന്ന് പറയാൻ പറ്റണമെങ്കിൽ എന്താണ് ഇത് കണ്ടീഷൻ? Z0 സെന്റർ ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡ് വരയ്ക്കാൻ പറ്റണം. നെയ്ബർഹുഡ് വരയ്ക്കാൻ പറ്റണം സച്ച് ദാറ്റ് ഈ നെയ്ബർഹുഡിലെ എല്ലാ പോയിന്റ്സും എവിടെ വരണം? എസ്സിൽ തന്നെ വരണം. അപ്പൊ ഈ Z0 എന്ന് പറയുന്നത് എന്താ പറയും? ഇന്റീരിയർ പോയിന്റ് ആണെന്ന് പറയാം. അപ്പൊ ഇതിലെ എല്ലാ എലമെന്റ്സും ഈ നെയ്ബർഹുഡിലെ Z0 സെന്റർ ആയിട്ടുള്ള ഈ നെയ്ബർഹുഡിലെ എല്ലാ പോയിന്റ്സും എസ്സിലാണ് വരുന്നത്, അല്ലെ? അപ്പൊ ഇതിനെ ഒരിക്കലും നമുക്ക് എക്സ്റ്റീരിയർ പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല. എക്സ്റ്റീരിയർ പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ Z0 എന്ന് പറയുന്നത് ഇതൊരു റീജിയൻ ആണ്, കോംപ്ലക്സ് പ്ലെയിൻ ആണെന്ന് വിചാരിച്ചു. അപ്പൊ Z0 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എക്സ്റ്റീരിയർ പോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ Z0 സെന്റർ ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡ് വരയ്ക്കാൻ പറ്റണം സച്ച് ദാറ്റ് ഓൾ ദ എലമെന്റ്സ് എന്താ ഈ എസ്സിലുള്ള ഒരു പോയിന്റും ഇതിനുള്ളിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നോക്കിയേ, എസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എസ്സിലുള്ള ഒരു പോയിന്റും ഈ നെയ്ബർഹുഡിൽ വരുന്നില്ല. അതുകൊണ്ട് Z0 എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കിത് നമ്മൾ Z0 പറഞ്ഞതുകൊണ്ട് ഇവിടെ Z1 ആക്കാം. Z1 എന്ന് പറയുന്ന ഒരു എക്സ്റ്റീരിയർ പോയിന്റ് ആണ് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എക്സ്റ്റീരിയർ പോയിന്റും ഇന്റീരിയർ പോയിന്റും പറയുന്നത്. ഇനി അടുത്തത് ബൗണ്ടറി പോയിന്റ് എന്ന് നോക്കാം. ഇനി ബൗണ്ടറി പോയിന്റ് എന്താ നോക്കാം. Let us be a non-empty subset of the complex plane if Z0 is neither an interior point nor an exterior point. It is called a boundary point. അപ്പോൾ Z0 എന്ന് പറഞ്ഞ പോയിന്റ് ഇന്റീരിയർ പോയിന്റും അല്ല എക്സ്റ്റീരിയർ പോയിന്റും അല്ല എങ്കിൽ നമ്മൾ അതിനെ ബൗണ്ടറി പോയിന്റ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എ ബൗണ്ടറി പോയിന്റ് ഈസ് therefore a point all of whose neighborhoods contain at least one point in S and at least one point not in S. അപ്പോൾ എന്ന് വെച്ചാൽ ബൗണ്ടറി പോയിന്റ് എന്ന് പറയുന്നതാണ് അതിന്റെ നെയ്ബർഹുഡിലും എല്ലാ നെയ്ബർഹുഡിലും ഏത് നെയ്ബർഹുഡ് എടുത്താലും ആ നെയ്ബർഹുഡിലെ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് ഇന്റീരിയർ പോയിന്റും അതുപോലെ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് എക്സ്റ്റീരിയർ പോയിന്റും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പോയിന്റിനെ നമ്മൾ എന്ത് പറയും? ബൗണ്ടറി പോയിന്റ് എന്ന് പറയും. ഇനി ബൗണ്ടറി എന്ന് പറയുന്നത് എന്താ? ദ ബൗണ്ടറി ഓഫ് എ സെറ്റ് എസ് is the set of all boundary points of S.
എസ് എന്ന് പറഞ്ഞ സെറ്റിന്റെ ബൗണ്ടറി എന്ന് പറയുന്നതാണ് സെറ്റ് ഓഫ് ഓൾ ബൗണ്ടറി പോയിന്റിനെയാണ് നമ്മൾ പറയാ ബൗണ്ടറി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു സെറ്റ് വെച്ച് നമുക്ക് എക്സാമ്പിൾ കണ്ടു നോക്കാം. ലെറ്റ് എസ് ഈക്വൽ ടു set of all z such that 2 less than mod z less than 4. ഇതാണ് നമ്മുടെ സെറ്റ്. അപ്പൊ അത് ജസ്റ്റ് നമുക്കൊന്ന് സ്കെച്ച് ചെയ്യാം. വൺ ടു പിന്നെ 4 റേഡിയസ് ഉള്ളത് വേണം. 3 4 -1 -2 -3 -4 അപ്പൊ ആദ്യം നമുക്ക് z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ സർക്കിള് അല്ലേ. അപ്പൊ z ഈക്വൽ ടു ഇത് 1 2 3 4 അപ്പൊ ഇത്രയും പോയിന്റ് വരയ്ക്കാം. z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ സർക്കിള് ഈ 4 പോയിന്റിൽ ടച്ച് ചെയ്യും. ഏകദേശം ആണിപ്പോൾ ഞാൻ വരയ്ക്കുന്നത്. നിങ്ങൾ സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ സർക്കിളാണ് ഞാൻ ഏകദേശം വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ സർക്കിള്. അപ്പൊ ബൗണ്ടറി പോയിന്റ്സ് ഉൾപ്പെടില്ല എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് ഒഴിവാക്കി. ഇനി അടുത്ത് ഇതുപോലെ z ഈക്വൽ ടു 4 വരയ്ക്കണം. z ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ ഈ 4 പോയിന്റ്സ്. ബൗണ്ടറി പോയിന്റ്സ് നേരത്തെ പോലെ ഒഴിവാക്കി. അപ്പൊ ഇതിനുള്ളിലുള്ള ഈ ഒരു പോർഷൻ അതാണ് നമുക്ക് തന്നിട്ടുള്ള സെറ്റ്. എസ് എന്ന് പറഞ്ഞാല് ഈ ഒരു പോർഷനാണ് ഇതിനുള്ളിലുള്ള പോർഷൻ. എന്ന് വെച്ചാൽ z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ മോഡ് z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ സർക്കിളിന്റെയും മോഡ് z ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ സർക്കിളിന്റെയും ഇടയിലുള്ള റീജിയൻ ആണ് അല്ലെ. അതാണ് നമ്മുടെ ആ നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. നമ്മുടെ റീജിയൻ ഇതാണ് തന്നേക്കുന്നത്. ഇനി ഇതിനെ നമ്മള് സർക്കുലർ റിംഗ് അല്ലെങ്കിൽ ആനലസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. സച്ച് എ സെറ്റ് ഈസ് കോൾഡ് സർക്കുലർ റിംഗ്. ഈ ഉള്ളിലുള്ള പോർഷൻ നമ്മൾ ഒഴിവാക്കിയതാണ്. ഈ ഒരു റിംഗ് മാത്രമേ ഉള്ളൂ. സർക്കുലർ റിംഗ് ഓർ ആനുലസ് എന്നാണ് ഇതിനെ വിളിക്കുക. അപ്പോൾ എവറി പോയിന്റ് ബിറ്റ്വീൻ 2 കോൺസെൻട്രിക് സർക്കിൾസ് മോഡ് z ഈക്വൽ ടു 2 ആൻഡ് മോഡ് z ഈക്വൽ ടു 4 ആർ ഇന്റീരിയർ പോയിന്റ് ഓഫ് എസ്. അപ്പോൾ ഇതിനുള്ളിലുള്ള ഈ മോഡ് z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ സർക്കിളിലെയും അതുപോലെ മോഡ് z ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ സർക്കിളിന്റെയും ഇടയിലുള്ള ആ ഫുൾ പോയിന്റിനെ നമ്മൾ ഇന്റീരിയർ പോയിന്റ്സ് ഓഫ് എസ് എന്ന് പറയും. ഇനി അടുത്ത എക്സ്റ്റീരിയർ പോയിന്റ്. എക്സ്റ്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ മോഡ് z ഈക്വൽ ടു 2 എന്ന് പറയുന്ന സർക്കിളിനുള്ളിലുള്ള റീജിയൻ എന്ന് വെച്ചാൽ ഈ റീജിയൻ. മോഡ് z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ സർക്കിളിനുള്ളിലുള്ള റീജിയനും അതുപോലെ മോഡ് z ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ സർക്കിളിന്റെ പുറത്തേക്കുള്ള റീജിയനും. ആ റീജിയനെയാണ് നമ്മൾ പറയുക exterior points of S എന്ന് പറയും. അപ്പൊ every point within the circle, every point
within the circle mod z equal to 2 and outside the circle mod z equal to 4 are exterior points of S. അപ്പോൾ ഈ ഇവിടെയുള്ള പോയിന്റുകളും ഇവിടെയുള്ള പോയിന്റും ഈ ബൗണ്ടറി പോയിന്റ്സും അല്ല, അതിനുള്ളിലുള്ള പോയിന്റും അതുപോലെ ഈ മോഡ് z equal to 4 എന്ന് പറഞ്ഞ സർക്കിളിന്റെ പുറത്തുള്ള പോയിന്റ്സും ആണ് എക്സ്റ്റീരിയർ പോയിന്റ്സ്. ഇനി ബൗണ്ടറി പോയിന്റ്സ് എന്താണ്? ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഇവിടെയുള്ള പോയിന്റും അതുപോലെ ഇവിടെയുള്ള പോയിന്റുകളും എന്ന് വെച്ചാൽ എവറി പോയിന്റ് ഓൺ ദ സർക്കിൾസ് മോഡ് z equal to 2 and mod z equal to 4 is a boundary point of S. അപ്പോൾ അതാണ് ബൗണ്ടറി പോയിന്റുകൾ. അപ്പൊ നമുക്കൊരു പിക്ചർ വരച്ച എളുപ്പത്തിൽ അത് നമുക്ക് പറയാം. അപ്പോൾ ഇനിയിപ്പോ ആ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ അത് ഇന്റീരിയർ പോയിന്റ് ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു നെയ്ബർഹുഡ് വരച്ചു കഴിഞ്ഞാൽ ആ നെയ്ബർഹുഡിലുള്ള എല്ലാ പോയിന്റും ഇന്റീരിയറിൽ തന്നെയാണ് വരുന്നത്, അല്ലേ? നമ്മുടെ റീജിയനിൽ തന്നെയാണ് വരുന്നത്, സെറ്റിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇത് ഇന്റീരിയർ പോയിന്റ് ആണ്. ഇനിയിപ്പോ ഇത് ഇവിടെയുള്ള ഒരു പോയിന്റ് എക്സ്റ്റീരിയർ പോയിന്റ് ആണോ നോക്കാൻ എന്ത് ചെയ്യുക? ഇവിടെ ഒരു നെയ്ബർഹുഡ് വരയ്ക്കുക. ഇതിന് ചുറ്റുമുള്ള ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിലെ എല്ലാ പോയിന്റുകളും ഈ സെറ്റിന് പുറത്താണ് വരുന്നത്, സെറ്റിനകത്തല്ല വരുന്നത്, സെറ്റിന് പുറത്താണ് വരുന്നത്. അതുകൊണ്ട് ഈ പോയിന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റീരിയർ പോയിന്റ് ആണെന്ന് പറയാം. ഇനി അതുപോലെ ബൗണ്ടറി പോയിന്റിന്റെ കാര്യമാണെങ്കിൽ, അപ്പൊ ഇവിടെയുള്ള എല്ലാ പോയിന്റുകളും ബൗണ്ടറി ആണെന്നാണ്. അപ്പൊ ഞാൻ ഇവിടെയുള്ള ഒരു പോയിന്റ് എടുത്തു. ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു നെയ്ബർഹുഡ് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ വലുതാക്കി വരച്ചതാണ്. എത്ര ചെറുതാക്കി വരച്ചു കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റെങ്കിലും എക്സ്റ്റീരിയറിലും ഒരു പോയിന്റെങ്കിലും എസിലും വരും, അല്ലേ? അതുകൊണ്ട് ഇതിനെ നമ്മൾ ബൗണ്ടറി പോയിന്റ് എന്ന് പറയും. അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റെങ്കിലും എസിനുള്ളിലും ഒരു പോയിന്റെങ്കിലും എസിന് പുറത്തും വരും. അതുകൊണ്ട് ഇത് ബൗണ്ടറി പോയിന്റ് ആണ് നമുക്ക് പറയാം. അതിന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ബാക്കി ഓപ്പൺ സെറ്റ് എന്താണ്, കണക്റ്റഡ് സെറ്റ് എന്താ, ഡൊമെയിൻ, റീജിയൻ, അതൊക്കെ എന്താ നോക്കാം കോംപ്ലക്സ് പ്ലെയിൻ്റെ കേസിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷം കോംപ്ലക്സിന്റെ കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നെയ്ബർഹുഡും എക്സ്റ്റീരിയർ ഇന്റീരിയർ ഒക്കെ നമ്മൾ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആ വേർഡുകൾ എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി.